ഇപ്പോൾ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന് പുറമെ മന്ത്രി വ്യവസായ മന്ത്രി എളമരം കരീം, വനം വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം തുടങ്ങിയവർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടാതെ PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയി. കൂടാതെ സംസ്ഥാനത്തെ മിക്ക മന്ത്രിമാരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കൂടാതെ കേന്ദ്രമന്ത്രിമാരായ ഗുലാം നബി ആസാദ്, കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി വയലാർ രവി, മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ കൂടിയായ ഇ അഹമ്മദ് തുടങ്ങിയവർ എത്തുന്നുണ്ട്. കൂടാതെ വിവിധ രാഷ്ട്രീയ തുറകളിലുള്ളവർ, സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ എല്ലാവരും മലപ്പുറം ടൗൺ ഹാളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്, സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ ഇങ്ങോട്ട് ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസും അതുപോലെ വളണ്ടിയർമാരും പാടുപെടുകയാണ്. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച, വിദേശത്ത് നിന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് അറബികൾ പോലും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിര്യാണ വാർത്ത അറിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്നു. എല്ലാവരും ടൗൺ ഹാളിലേക്ക് എത്തുമ്പോൾ ടൗൺ ഹാളിൽ നിയന്ത്രിക്കാനാവാത്ത ഒരവസ്ഥയുണ്ട്. ടൗൺ ഹാളിന്റെ പ്രധാന ഗേറ്റ് തള്ളി തുറന്ന് ആളുകൾ അകത്തേക്ക് പ്രവഹിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അതിനെ പോലീസിനും വളണ്ടിയർമാർക്കും നിയന്ത്രിക്കാനാവില്ല, അത്രമാത്രമാണ് ഇവിടുത്തെ ജനത്തിരക്ക്. ഇപ്പോൾ ഏകദേശം 3 കിലോമീറ്റർ നീളത്തിൽ റോഡ് മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മലപ്പുറം ടൗണിന്റെ പരിസരത്തേക്ക് മന്ത്രിമാരുടെ വാഹനങ്ങൾ പോലും അടുക്കാനാവാത്ത സ്ഥിതിയാണുള്ളത്. വാഹനങ്ങൾ ദൂരെ നിർത്തിയ ശേഷം ഇങ്ങോട്ട് ടൗൺ ഹാളിലേക്ക് നടന്നു വരികയാണ് എല്ലാവരും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രന്മാരായ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ, സഹോദരന്മാരായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തുടങ്ങിയ ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് അരികെയുണ്ട്.